أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير. قل إنما أعظكم بواحدة أن تقوموا لله مثنى وفرادا ثم تتفكروا ما بصاحبكم من جنة إن هو إلا نذير لكم بين يدي عذاب شديد. قل ما سألتكم من أجر فهو لكم إن أجري إلا على الله وهو على كل شيء شهيد. ഇൻഷാല്ലാ ഈ 3 ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കിയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് നേരെ, ദഅവത്തിന് നേരെ മക്കയിലെ മുശ്രിക്കീങ്ങൾ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചാണ് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിനെ വ്യാജമാക്കി, ഭ്രാന്തനെന്ന് വിളിച്ചു, കൊണ്ടുവന്ന ആശയത്തെ മാരണം, സിഹിർ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരമായ ദഅവത്തിന്റെ വീതിയിൽ പ്രകോപനങ്ങളും പ്രതിബന്ധങ്ങളും സൃഷ്ടിച്ച് മുന്നേറുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അപ്പൊ നാം ഇന്ന് പഠിക്കുന്ന 1-ാമത്തെ ആയത്തിൽ അള്ളാഹു അവരെ പൂർവ്വ സമൂഹങ്ങൾക്ക് സംഭവിച്ച ദുരന്തത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും കളിക്കണ്ട, നിങ്ങളെക്കാൾ വലിയ പ്രഗത്ഭന്മാർ, എണ്ണത്തിൽ കൂടുതൽ ആൾക്കാർ, ശക്തിയിൽ പ്രബലത ഉള്ള ആളുകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ വലിയ ശിക്ഷക്കും ശാപത്തിനും വിധേയരായിട്ടുണ്ട് എന്ന മുന്നറിയിപ്പാണ് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു നൽകുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നോക്കിക്കോളൂ. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം. വകദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കിയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആര് തള്ളിപ്പറഞ്ഞു? അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ. ഇവരാരാ? മക്കയിലെ മുശ്രിക്കീങ്ങളാണ്. ഇവർക്ക് മുമ്പുള്ളവരും ഇവരുടെ ഇതേ സമീപനം സ്വീകരിച്ച ആളുകളാണ്, തള്ളിയവരാണ്, നിഷേധിച്ചവരാണ്. എന്ന് മാത്രമല്ല, വമാ ബലഗൂ, ബലഗ എത്തി എന്നാണ്, ലഭിച്ചു എന്നാണ്. വമാ ബലഗൂ, ഇവർക്ക് ലഭിച്ചിട്ടില്ല, നൽകിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്ത്? മിഅ്ശാറ മാ ആതൈനാഹും, അവർക്ക് നാം നൽകിയതിന്റെ മിഅ്ശാർ. അശറ എന്ന് പറഞ്ഞാൽ എന്താ? 10 എന്നല്ലേ. നമ്മൾ സാധാരണ 10ൽ 1 ഉഷ്ർ എന്നാ പറയാ, 10ൽ 1. മിഅ്ശാർ എന്നത് ഒരു മിഫ്ആൽ വസ്നാണ്. അതിന് നമ്മൾ ഇവിടെ 10ൽ 1 എന്ന അർത്ഥം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൂർവ്വ സമൂഹങ്ങൾ, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ആദ് സമൂഹം, ഫിർഔനിന്റെ ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹു നൽകിയതിന്റെ 10ൽ 1 പോലും ആർക്ക് ലഭിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല? മക്കയിലെ മുശ്രിക്കീങ്ങൾക്കില്ല. ഇവർ ഇത്രമാത്രം അഹങ്കരിക്കാനൊന്നുമില്ല. ഇവരെക്കാൾ എണ്ണത്തിൽ കൂടുതലായിരുന്നവർ. അവർ ശക്തരായിരുന്നു, വലിയ നാഗരികത ഉള്ള ആളുകളാണ്, വളരെ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച ആളുകളാണ്. അവരെ പോലെയുള്ള സമൂഹത്തെ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അവർക്ക് ലഭിച്ചതിന്റെ 10ൽ 1 പോലും ലഭിക്കാത്ത മക്കയിലെ ഖുറൈശികളാ ഈ വിധത്തിൽ അഹങ്കാരവും തോന്നിവാസവും ധിക്കാരവും ധാർഷ്ട്യവുമായിട്ട് വരുന്നത്.
നോക്കൂ, മേഷാറ് എന്താ അർത്ഥം? 10 മാ ആത്തൈന നാം നൽകിയ കും അവർക്ക്, ആർക്ക്? പൂർവ്വ സമൂഹങ്ങൾക്ക്. എന്താ അവര് ചെയ്തത്? അതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയിട്ടും ഫക്കദ്ദബൂ, പറയൂ, അവർ കളവാക്കി, റുസുലി, എന്റെ പ്രവാചകന്മാരെ. അതാത് കാലത്ത് വന്ന ഫിർഔനിന്റെ കാലത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ, അല്ലേ? സമൂദിന്റെ കാലത്ത് അവരിലേക്ക് വന്ന സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ, ആദ്യ സമൂഹത്തിലേക്ക് വന്ന ഊദ് നബി അലൈഹി ഇസ്ലാമിനെ, അങ്ങനെ കാലകാലങ്ങൾ വിവിധങ്ങളായ ചരിത്ര ഘട്ടങ്ങളിൽ വന്ന പ്രവാചകന്മാരെ ഇവര് നിഷേധിച്ച് തള്ളി. ഫകദ്ദബൂ റുസുലി. എന്നിട്ട് അള്ള പറയാ ഫകൈഫ കാന നകീർ, നോക്കൂ എങ്ങനെയായിരുന്നു നക്കീർ. നക്കീർ എന്ന വാക്കിന്റെ അർത്ഥം അദാബ്. എന്താണ്? എങ്ങനെയായിരുന്നു എന്റെ ശിക്ഷ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലെ? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും പഠിക്കുമ്പോൾ ഈ സമൂഹങ്ങളെ കുറിച്ച് നമുക്കറിയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്. ആദിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ, അല്ലെ? അവർ ഇറമദാത്തിൽ ഇമാദ്, വലിയ തൂണുകൾ ഗോപുരങ്ങൾ ഉള്ള ആളുകളാണ്, അല്ലെ? വലിയ അവരുടെ ശക്തിയുടെ പ്രതീകങ്ങളായി നിലനിൽക്കുന്ന വലിയ വലിയ ഗോപുരങ്ങൾ, അല്ലെ? അതേപോലെ തന്നെ സമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ്, താഴ്വരകളിൽ മലകൾ തുരച്ച് വീടുണ്ടാക്കിയ, തുരന്ന് വീടുണ്ടാക്കിയവർ, അല്ലെ? അവരുടെ ശേഷവും അവരുടെ ശേഷിപ്പുകൾ ലോകത്തിന് കാണാൻ പറ്റും വിധം ഭയങ്കരമായ ശക്തരാണ്. ഫിർഔനദിൽ ഔതാദി, ഫിർഔനിന്റെ സാമ്രാജ്യത്വത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടും വിധം, അല്ലെ? ടെന്റുകൾ കെട്ടാൻ വലിയ വലിയ കുറ്റികൾ സ്ഥാപിച്ച ആള് എന്ന് മാത്രമല്ല, ജനങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താനും ക്രൂശിക്കാനും വേണ്ടി വലിയ തൂണുകൾ സ്ഥാപിച്ച ഫിർഔൻ, അല്ലേ? ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? വലിയ നാശാണ്, അല്ലേ? ഘോര വിപത്തിലൂടെ ആദ്യ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു, അല്ലേ? അല്ലേ? ചീറിയടിച്ച കൊടുങ്കാറ്റിലൂടെ ആരെ അള്ളാഹു നശിപ്പിച്ചു? സമൂദിനെ, അല്ലേ? അതെങ്ങനെയാ? സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമ, ഇടതടവില്ലാതെ 7 പകലുകൾ 8 രാത്രികൾ കൊടുങ്കാറ്റ് ചീറിയടിച്ചു. ആരിലേക്ക്? സമൂദിൽ. ഇസ്രായേൽ എന്താ സംഭവിച്ചത്? അവരൊക്കെ തകർന്നൊക്കെ അന്നഹും, ലേ അജാസു നഖ്ലിൻ ഖാവിയ, കട പുഴകി വീണ ഈന്തപ്പന മരങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരെ ഇത് നമ്മൾ കാണും. അള്ളാഹ് പറയാൻ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഫകൈഫ കാന നക്കീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ആശയം, വിശദീകരണം, ഫകൈഫ കാന നക്കാലി, ജനങ്ങൾക്ക് മാതൃകയാകുന്ന പാഠമാകുന്ന എന്റെ ശിക്ഷ എത്ര ഭയങ്കരമായിരുന്നു. വൈഖാബി, എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു. വൻതിസ്വാരി ലിറുസുലി, എന്റെ പ്രവാചകന്മാർക്ക് ഞാൻ നൽകിയ സഹായം എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, അല്ലേ? എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന മുന്നറിയിപ്പ് അള്ളാഹു പ്രവാചകനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കുക. മനസ്സിലായല്ലോ? അൽഹംദുലില്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയാൻ, നോക്കൂ, അടുത്ത ആയത്ത് നമ്മൾ പറയുന്നത്, ഒന്നാമത്തെ ആയത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ്, കഴിഞ്ഞു പോയ സമൂഹത്തിന് ഭവിച്ച ഭവിഷ്യത്ത് ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരും ഈ നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ. രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമചിത്തതയോടെ, അല്ലേ, മുൻവിധികൾ വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ ആലോചിക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു സത്യമാണ്. അതെങ്ങനെയാണ് അള്ളാഹു പറയുന്നത്? നോക്കിക്കൊള്ളൂ. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ, നബിയേ, ഖുൽ, താങ്കളങ്ങ് പറഞ്ഞേക്കൂ, അല്ലേ? പറയൂ. എന്താ പറയേണ്ടത്? ഇന്നമാ, തീർച്ചയായും, അയലുക്കും, നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു, അല്ലേ? നിങ്ങളെ ഞാൻ ഉപദേശിക്കാൻ. എങ്ങനെ? വാഹിദ, ഒരൊറ്റ ഉപദേശം. ഒരു ഉപദേശമേ എനിക്ക് നിങ്ങളോട് പറയാൻ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ ഒരു ഉപദേശം. എന്താണത്? അൻ തഖൂമു, നോക്കൂ, അതിന്റെ വാക്കർത്ഥം നിങ്ങൾ ഒന്ന് എഴുന്നേൽക്കൂ എന്നാണ്. വേണമെങ്കിൽ നമുക്ക് നിങ്ങളൊന്ന് മാറിയിരിക്കൂ എന്ന് പറയാം, അല്ലേ? നിങ്ങളൊന്ന് എഴുന്നേറ്റ് മാറി നിൽക്കൂ. ആർക്ക് വേണ്ടി? ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി നിങ്ങളൊന്ന് മാറി നിൽക്കൂ, ഒന്ന് മാറിയിരിക്കൂ. എന്നിട്ടോ മസ്ന, 2 പേരായി. ഇതിപ്പോ ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? ആളുകൾ കൂടുമ്പോ അവിടെ ഒരു വിഷയം പറഞ്ഞ് തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 2 പേരാകുമ്പോ, അല്ലേ? നോക്കൂ, പറഞ്ഞുതരാം. പിന്നെയോ ഫുറാദ, അല്ലെങ്കിൽ ഒറ്റക്ക്.
അള്ളാഹുവിന്റെ റസൂൽ മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ലേ, ഒരൊറ്റ ഉപദേശം, നിങ്ങൾ ഒറ്റക്കോ രണ്ടുപേർ ജോഡികളായിട്ടോ ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, സുമ്മത്ത തഫക്കറു, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. നമുക്ക് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഒരു തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും, കക്ഷിത്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അവൻ ഇങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറയില്ലേ. പക്ഷെ നിങ്ങൾ ഒറ്റക്കൊന്നിരുന്ന് ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടെങ്കിൽ രണ്ടുപേരാകുമ്പോഴോ അല്ലേ? പക്ഷെ ആ ഇരുത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇരുത്തം ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മുൻവിധികൾ മാറ്റി വെക്കണം. മനസ്സിലല്ലേ? മുഹമ്മദ് നബിയെ കുറിച്ചാണ് നിങ്ങൾ ചർച്ചയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നലെ വരെ നിങ്ങൾക്കറിയാം. എങ്ങനെയായിരുന്നു? നിങ്ങൾ തന്നെ വിളിച്ചു സത്യസന്ധൻ എന്ന്, അല്ലേ? നിങ്ങളെ വിലപിടിപ്പുള്ള സമ്പത്തുകൾ, സ്വത്തുക്കൾ അദ്ദേഹത്തെ നിങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെയായിരുന്നല്ലോ. നിങ്ങളുടെ തർക്കങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു, അല്ലേ? നിങ്ങളെ വിഷയങ്ങൾ തീർത്ത അദ്ദേഹമാണ്. മക്കയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ, അല്ലേ, എല്ലാം തീർക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സത്യസന്ധൻ എന്ന് വിളിച്ച എല്ലാവരുടെയും സാഹിബ്, കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച ഒരാളെയാ നിങ്ങൾ ഇന്ന് എന്ത് പറയുന്നത്? സാഹിർ എന്ന് പറയുന്നത്. നിങ്ങൾ ഭ്രാന്തുള്ളവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു കാര്യം ഉപദേശിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മാറിയിരിക്കും, ഒറ്റക്കോ ഒരാളായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരോ ആയിട്ട്, അല്ലേ? നല്ല ഉദ്ദേശശുദ്ധി വേണം, നിഷ്കളങ്കമാകണം, മുൻവിധികൾ ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് ആ ഇരുത്തം. എന്നിട്ട് സുമ്മത്ത തഫക്കറു, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കൂ. എന്താ ആലോചിക്കേണ്ടത്? സുമ്മത്ത തഫക്കറൂ, പിന്നെ നിങ്ങൾ ആലോചിക്കൂ. മാബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനില്ല. മാന്നണ ഇല്ല എന്ന, അല്ലേ? ബി സ്വാഹിബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരന് ഇല്ല. എന്ത്? മിൻ ജിന്ന, 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 യാതൊരു ഭ്രാന്തും. നിങ്ങൾക്കത് മനസ്സിലാകും, അല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരാള്, ഒരു പുറം ദേശത്ത് നിന്ന് വന്ന ഒരാള് അബൂജഹലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും, അല്ലേ, സത്യത്തിൽ നബി അദ്ദേഹം ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ മനസ്സാക്ഷിയിൽ തൊട്ട് പറയണം, ഹൃദയത്തിൽ തൊട്ട് പറയണം, മുഹമ്മദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അബൂജഹൽ പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലസ്വാദിഖുൻ, വല്ലാഹി ഇന്നഹു, ഒരു വാചകത്തിൽ 3 ഷ്വറിറ്റി, എംഫസിസ്, 3 വിധത്തിൽ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത്. അറബി ഭാഷയുടെ ഘടന രൂപം അറിയുന്നവർക്കറിയാം. വല്ലാഹി എന്ന് ആദ്യം പറയാ, അള്ളാഹുവാണ്. പിന്നെന്താ പറയുന്നത്? ഇന്നഹു, തീർച്ചയായും മുഹമ്മദ്, ലസ്വാദിഖുൻ, സത്യസന്ധൻ തന്നെ. ആരാ പറഞ്ഞത്? റസൂലിന്റെ ബദ്ധവൈരിയും ശത്രുവുമായ അബൂജഹൽ ഒരു വിദേശിയുടെ മുമ്പിൽ മനസ്സ് തുറന്നപ്പോ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? അങ്ങനെയാണ് അവർക്ക് വിശ്വാസം. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ. നിങ്ങൾ സ്വന്തമായിട്ടൊന്നിരിക്കും, അല്ലെങ്കിൽ രണ്ടു പേർ ഒന്നിരിക്കും, കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട. വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് ഒന്ന് ആലോചിക്കൂ. നിങ്ങളൊന്ന് ചിന്തിക്കും, ഇന്നലെ വരെ ഈ മനുഷ്യൻ എങ്ങനെ, എന്തുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ത്? ഇദ്ദേഹത്തിൽ ഒരു ജിന്നും ഇല്ലാന്ന്. ജിന്നത്ത് എന്ന വാക്ക് ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ജന്നത്ത് നിങ്ങൾക്കറിയാലോ, അതിന്റെ അർത്ഥം എന്താ? എല്ലാരും പറ, തോട്ടം, സ്വർഗം, അല്ലേ? ജന്നത്ത്. ജിന്നത്ത് എന്ന് പറഞ്ഞാലോ ഭ്രാന്ത്. ജുന്നത്ത് എന്ന് പറഞ്ഞാലോ അതിന്റെ വവൽസ് മാറുന്നതിനനുസരിച്ച് വലിയ മാറ്റാണ് ഇല്യാസേ വരുന്നത്. ജുന്നത്ത് എന്ന് പറഞ്ഞാലോ അസൗമു ജുന്ന, നോമ്പ് പരിചയാണ്, വരാൻ പോകുന്നു. അള്ളാഹു അതിലെത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഷാബാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ട്, ഇല്ലേ? ജുന്നത്ത് പരിചയാണ്. ജന്നത്ത്, സ്വർഗം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ സസ്യലലാദികൾ, ഈ മരങ്ങളൊക്കെ വർദ്ധിച്ച് ഇങ്ങനെ പൊങ്ങിയിട്ട്, ഇല്ലേ, ഭൂമിയുടെ നിറം അത് മറച്ചു കളയുന്നുണ്ട്. തോട്ടം, മനസ്സിലാകുന്നുണ്ടോ? തോട്ടം എന്തിനെ മറക്കുന്നു? ഭൂമിയുടെ പരപ്പിനെ, അല്ലേ, അതിന്റെ നിറത്തെ. ജിന്നത്ത് എന്ന് പറഞ്ഞാൽ ബോധമണ്ഡലത്തെ, ബുദ്ധിയെ മറക്കുന്നതാണ് ജിന്നത്ത്. എന്താണ്? ഭ്രാന്ത്. മനസ്സിലാകുന്നുണ്ടോ? ഭ്രാന്തക പിന്നെ ബോധം ഉണ്ടാവുക, ഭ്രാന്തനാണ്. അവനിക്ക് ഇസ്ലാമിൽ എന്താ പറയാ, നിയമപരമായിട്ട്, അല്ലേ, ഹുക്കുമുകൾ ഒന്നും ബാധകമല്ല. അപ്പൊ ഇവന് യാതൊരു ഭ്രാന്തും ഇല്ല. നിങ്ങളുടെ സഹോദരനില്ല എന്ത്? ഭ്രാന്തില്ല. മനസ്സിലായില്ലേ? ഇൻഹുവ, അയാൾ ആരാ? അദ്ദേഹമല്ലാതെയല്ല. ഇൻഹുവ എന്ന് പറഞ്ഞാൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇല്ല എന്ന. ഹുവ അദ്ദേഹമല്ല. ആരല്ലാതെ? ഇല്ല നദീറുല്ലക്കും, നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ അല്ലാതെയല്ല. മനസ്സിലായില്ലേ? എന്തിനെ കുറിച്ചാ? ബൈന യദൈ. ബൈന യദൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്ന്, അല്ലേ? ബൈന യദൈ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പിൽ. എന്താണ്?
മുന്നിലുള്ള എന്ത് അദാബിൻ ശദീദ്, നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന ഒരേ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഇദ്ദേഹം. മനസ്സിലായില്ലേ? നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ പോകുന്ന ദുഷിച്ച മാർഗത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഹായ് പറഞ്ഞ് ആശ്ലേഷിക്കുന്നവനാണോ നല്ലവൻ അല്ല, വരാനിരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച് നിങ്ങളുടെ മുന്നറിയിപ്പ് നൽകി അതിൽ നിന്ന് നന്നാവാൻ വേണ്ടി നിങ്ങളെ ആ, ആ, രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണോ ശരിക്കും നല്ലത്? നിങ്ങൾ പറയൂ. ഇതാ നിങ്ങൾ ആലോചിക്കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം ഇമാം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹ് മുസ്ലിമിൽ ഇങ്ങനെ നമുക്ക് കാണാം. അതെന്താണ്? ഇന്നമാ മസലി, മനസ്സിലായില്ലേ? എന്റെ ഉപമ, വമസലു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെയും എന്റെയും ഉപമ ഇതുപോലെ അക്ക മസലി റജുലിൻ, ഒരു മനുഷ്യന്റെ ഉപമ പോലെയാ. ആളെന്താ ചെയ്തത്? ഇസ്തൗഖദ നാറൻ, അദ്ദേഹം തീ കത്തിച്ചു. മനസ്സിലെ? കത്തിച്ചപ്പോ എന്താ സംഭവിച്ചത്? ഫജഅലത്തി ദവാബു വൽ ഫറാശ് യഖഅന ഫിഹ, ഒരുപാട് പാറ്റകൾ പ്രാണികൾ ഈ തീ കണ്ട് ല്ലേ അതിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഈ പാറ്റകളും പ്രാണികളും വിചാരിക്കുന്നത് തീ നല്ലൊരു സാധനം എന്നാണ്, അത് ഗുണമാണെന്ന് കരുതി, നേട്ടമാണെന്ന് കരുതിയിട്ട് അതിലേക്ക് വന്ന് വീഴുന്നത്, പക്ഷെ കരിഞ്ഞു പോവുകയാണ് ല്ലേ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം, ഫഅന ആഖുദും ബിഹുജസിക്കും, കേട്ടോ, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചു നിർത്തുകയാണ്. എന്തിന്? ആ പാറ്റകളെ പോലെ പ്രാണികളെ പോലെ തീയിൽ പോയി വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വഅന്തും തകഹമൂന ഫിഹ, നിങ്ങൾ എന്നിൽ നിന്ന് തെന്നി മാറി വഴുതിപ്പോയിട്ട് ആ തീയിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? ഇത്ര വലിയ രക്ഷ അല്ലേ? ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തീയിലേക്ക് പോകുന്നു. ഇതാണ് അള്ളാഹ് പറയുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതുകാരൻ മാത്രം, ഒരു മുന്നറിയിപ്പുകാരൻ മാത്രം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താണ്? അവസാനത്തെ ആയത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? നിങ്ങളൊരു അല്ലെ ഒരു ചിന്ത, പുനർവിചിന്തനം നിങ്ങൾക്ക് അനിവാര്യമാണ്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ, നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ആലോചിച്ചാൽ അല്ലെ, പാവം, സത്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്നലെ വരെ അദ്ദേഹത്തെ നമുക്കറിയാം അല്ലേ, ഒരു പിഴവോ കുറവോ മോശമോ ഒന്നും നമ്മൾ അദ്ദേഹത്തിന് കണ്ടിട്ടില്ല. പിന്നെ എന്തിന്റെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തണം, തെറ്റിദ്ധരിക്കണം, ഭ്രാന്തനെന്നും വ്യാജനെന്നും സാഹിറെന്നും വിളിക്കണം? മൂന്നാമത്തത് ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം ആത്മാർത്ഥതയുള്ള പ്രവർത്തനമാണ്, ഒരു ഭൗതികമായ ലാഭത്തിനു വേണ്ടിയല്ല എന്നുള്ളതാണ്. മനസ്സിലായി? നോക്കൂ, കൊൽ നബിയെ പറഞ്ഞേക്കൂ, മാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതുണ്ടല്ലോ, മിൻ അജ്രിൻ, വല്ല പ്രതിഫലവും, എന്തെങ്കിലും പ്രതിഫലം ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഒരു 10 റുപ്യ തരുവോ അല്ലെ, ഒരു സ്വതക്ക ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അല്ലേ, ഞാൻ വല്ലതും ചോദിച്ചാൽ പ്രതിഫലമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുവ ലക്കും, അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, എനിക്കല്ല. നിങ്ങൾ ഈ മാർഗത്തിൽ വല്ലതും കൊടുക്കാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ അത് വലിയ വലിയ ഉഹുദ് മലയോളം വലുതായിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്കല്ല, എനിക്കല്ല. എന്റേതോ ഇൻ അജ്രിയ, എന്റെ പ്രതിഫലമുണ്ടല്ലോ, ഇല്ല അലല്ലോ, അതുവഴി എന്റെ പ്രതിഫലം അത് അള്ളാഹുവിന്റെ ബാധ്യത, അള്ളാഹുവിന്റെ മേലിലാണ്, റബ്ബിന്റെ ബാധ്യതയ എന്റെ. ഇൻ അജിദിയ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ പ്രതിഫലം അല്ല, ഇല്ല അലല്ലാ, അള്ളാഹുവിന്റെ മേലിൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രതിഫലം എവിടെയാ ഉള്ളത്? അള്ളാഹുവിലാ ഉള്ളത്. എനിക്ക് നിങ്ങളൊന്നും തരണ്ട. മനസ്സിലായില്ലേ? എന്റെ അധ്വാനത്തിന്, ദഅവത്തിന്, പ്രബോധനത്തിന് ഒന്നും നിങ്ങൾ തരണ്ട, എനിക്കത് വേണ്ടതില്ല. കാരണം എന്റെ പ്രതിഫലം നൽകുന്നവൻ അള്ളാഹ്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അള്ളാഹ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന, നടപ്പിൽ വരുത്തുക എന്ന ഒരു ഉത്തരവാദിത്തമാണ്. മാലീന ഇല്ലൽ ബലാഗു അൽ മുബീൻ, വ്യക്തമായ പ്രബോധനമല്ലാതെ എന്നിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തആല ഇതിനൊക്കെ സാക്ഷിയാണ്. വഹുവ, അവൻ അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. എന്താ എല്ലാ കാര്യം? എന്റെ അധ്വാനം അള്ളാഹു കാണുന്നുണ്ട്, എന്റെ നിയ്യത്ത് അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രതികരണം അള്ളാഹു കാണുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് അള്ളാഹു സാക്ഷിയാണ്. നിങ്ങൾ ഇതനുസരിക്കുക, ഉൾക്കൊള്ളുക, പുനർവിചിന്തനം നടത്തുക, സത്യത്തിലേക്ക് മടങ്ങുക, നരകത്തിന്റെ വിറകായി തീരാതിരിക്കാൻ വേണ്ടി, സ്വർഗത്തിൽ അനുഗ്രഹവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അവരെ സൗമ്യമായി ബോധ്യപ്പെടുത്തുന്നത്, അള്ളാഹു അറിഞ്ഞതിലൂടെ. അപ്പോ
ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാ കാര്യത്തിനും ഷഹീദാണ് എന്ന് പറഞ്ഞല്ലോ. സാക്ഷിയാണ്. മനസ്സിലായില്ലേ? മതിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ചതിലൂടെ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചവും പ്രകാശവും ഉണ്ടാകാനും നേരിന്റെ വഴിയിൽ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം വരെ ഈ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് നെഞ്ചേറ്റ് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാൻ. ഞങ്ങൾക്ക് നീ നൽകിയതിൽ നൽകുന്നതിൽ ബർക്കത്ത് നീ നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ശാരീരികമായ വിഷമതകൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ നീക്കണമേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും, നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിതാവ് വളരെ രോഗബാധിതനായി ഗുരുതരമായ രോഗം ബാധിച്ച് പ്രയാസത്തിലാണ്. അല്പം മുമ്പ് പറഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹു നിശിഫ നൽകണമേ റഹ്മാൻ. അതുപോലെ എത്രയോ ആളുകൾ നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ ഗുരുതരമായ ക്യാൻസർ ബാധിച്ച്, സ്ട്രോക്ക് വന്ന്, കിഡ്നി നഷ്ടപ്പെട്ട്, അപകടത്തിൽപ്പെട്ട് എല്ലാവർക്കും നിശിഫ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. മരിക്കും വരെ ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും സംസാരശേഷിയും അവയവങ്ങൾക്ക് ആഫിയത്ത് നീ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് പലവിധ അസുഖങ്ങളുണ്ട്, കണ്ണ് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, പലവിധ ബുദ്ധിമുട്ടുകൾ എല്ലാം നീ ശിഫിയാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇനി അറിയുന്നവനാണ്, നീ പരിഹാരം നിർദ്ദേശിക്കണമേ റഹ്മാനെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ, അവർക്കെല്ലാം നീ സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈമാനുള്ള മരണം നൽകണമേ റഹ്മാനെ. ഹൗദുൽ കൗസർ മറഷിന്റെ തണലും എളുപ്പമുള്ള ഹിസാബും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹ്. നരകമോചനം നീ നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.